പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് മരിക്കുന്നതിൻ്റെ മുമ്പ് നാം പറഞ്ഞിരിക്കേണ്ട 4 അത്ഭുതകരമായ ദിക്റുകളെ കുറിച്ചാണ്. മരിക്കുന്നതിൻ്റെ മുമ്പ് ഈ 4 അത്ഭുതകരമായ ദിക്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നരകമോചനം ഉറപ്പാണ്, നമ്മൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഏതാണ് അത്ഭുതകരമായ 4 ദിക്റുകളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് 3 അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഹംദിന് പകരമായി ദുനിയാവിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, ഹംദ് പറഞ്ഞവരൊക്കെ അത് കമന്റിലൊന്ന് എഴുതി വിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. നമ്മളുടെ നന്മയും തിന്മയും രേഖപ്പെടുത്താൻ ഇടതും വലതുമായി 2 മലക്കുകളെ അള്ളാഹു നിയമിച്ചിട്ടുണ്ട്. ആ 2 മലക്കുകളുടെ പേരെന്താണ്? നമ്മളുടെ ഇടത് കൈയിലും വലത് കൈയിലുമായി 2 മലക്കുകളെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ നിയമിച്ചിട്ടുണ്ട്. ആ 2 മലക്കുകളുടെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് നാം പറയേണ്ട 4 അത്ഭുതകരമായ ദിക്റുകളെ കുറിച്ചാണ്. നമ്മൾക്കറിയാം, ദിക്റ് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ സമാധാനത്തിനും സന്തോഷത്തിനും റാഹത്തിനും വേണ്ടി അള്ളാഹു നൽകിയതാണ്. ഇഹപര വിജയത്തിന് വേണ്ടി ദിക്റ് ചൊല്ലാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് സമാധാനവും ടെൻഷൻ മാറാനും ഒക്കെ ദിക്റ് ചൊല്ലാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മളെ ഖൽബ് സന്തോഷിക്കണമെങ്കിൽ, നമ്മളെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ, ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ ദിക്റ് ചൊല്ലണമെന്നാണ് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത്. എന്നാൽ ഈ പറയാൻ പോകുന്ന 4 ദിക്റുകൾ മരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ പറയുന്ന കണക്കനുസരിച്ച് കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നരകം നമ്മൾക്ക് ഹറാമാകും. നമ്മൾ നരകത്തിൽ പ്രവേശിക്കാതെ ഡയറക്റ്റായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. നാം പറയേണ്ട 1ാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്? മരിക്കുന്നതിന്റെ മുമ്പ് 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തീർക്കണേ മുസ്ലിമേ. വലിയ ആരിഫീങ്ങൾ പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മർറ. ആരെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ കാനത്ത് ഫിദാഅഹു മിനന്നാർ. അത് നരകമോചനത്തിനുള്ള പ്രതിഫലമാണ്. അഥവാ നരകമോചനം നമ്മൾക്ക് ലഭിക്കും, നമ്മൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയാ. അതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ ദിക്ർ നടത്താറുണ്ട്. 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ 70,000 പ്രാവശ്യം ചൊല്ലിയിട്ട് ആ മയ്യത്തിന് വേണ്ടി നമ്മൾ ഹദിയ ചെയ്യാറുണ്ട്. അങ്ങനെ മയ്യത്തിന് വേണ്ടി നമ്മൾ ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ മയ്യത്തിന് അതിന്റെ ഫലം ലഭിക്കുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആകയാൽ ചെയ്യേണ്ടത് മരിക്കുന്നതിന് മുമ്പ് തന്നെ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു പറയാനുള്ള തൗഫീക്ക് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 പറഞ്ഞിട്ട് പിന്നെ പറയണ്ടെന്നല്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുമോ അത്ര പ്രാവശ്യം പറയാ. 70,000 എന്തായാലും പറയാ. അങ്ങനെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകും. മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 പ്രാവശ്യം മരിക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. 2ാമത് നമ്മൾ ചൊല്ലേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 1,00,000 നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കണം. ഒരുപാട് പ്രാവശ്യം ചൊല്ലി തീർത്ത ഉമ്മമാരൊക്കെ ഉണ്ടാകും.
ഇനിയും 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാര് പറയുന്നുണ്ട്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരാള് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു. എത്ര പ്രാവശ്യ? മഹാന്മാര് പറയുന്നു, മിഅത അൽഫി മറ, 1,00,000 പ്രാവശ്യം. 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഫഖദ് ഇസ്തറ നഫ്സഹു മിനല്ലാഹ്, അവൻ അവന്റെ ശരീരത്തിനെ നരകത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് സ്വർഗ പ്രവേശനത്തിന് വേണ്ടി. അഥവാ അവൻ നരകത്തിൽ പ്രവേശിക്കൂല, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്നാണ് മഹാന്മാര് പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നമ്മളുടെ ദാരിദ്ര്യവും നമ്മളെ കുടുംബക്കാരുടെ ദാരിദ്ര്യവും നമ്മളെ അയൽവാസികളുടെ ദാരിദ്ര്യവും അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്നൊക്കെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ ഏതായാലും മരിക്കുന്നതിന്റെ മുമ്പ് 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുശേഷം നമ്മൾ പറയേണ്ട മറ്റൊരു ദിക്റുണ്ട്. ആ ദിക്ർ ഏതാ? എല്ലാ ദിവസവും മഗ്രിബി നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷവും 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, ഇങ്ങനെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുക. മറ്റുള്ള ദിക്റുകളൊക്കെ പറയുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് പറയണം? 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം പറയാ. അതിനുശേഷം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, ഇങ്ങനെ 7 പ്രാവശ്യം പറയുക. പ്രത്യേകം പറയൽ സുന്നത്തുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷവും. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ, നരകമോചനം നൽകണേ അല്ലാ. ഇത് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നരകമോചനം ലഭിക്കും. നമ്മളൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നരകമെന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്നതാണ്. കോടാനകോടി വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു കത്തിക്കപ്പെട്ടതാണ് നരകം. ആ നരകത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ കാക്കണേ റഹ്മാനെ. അപ്പൊ എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. എത്ര പ്രാവശ്യം പറയേണ്ടത്? 7 പ്രാവശ്യമാണ്. എപ്പോഴാണ് പറയേണ്ടത്? സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 7 പ്രാവശ്യം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം 7 പ്രാവശ്യം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 4ാമത് പറയേണ്ട വിശാലമായ ഒരു ദിക്ർ മുത്തുനബി തന്നെ സ്വഹീഹായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ചൊല്ലിക്കഴിഞ്ഞാലും നമ്മൾക്ക് നരകമോചനം ലഭിക്കുകയാണ്, നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. ഈ ദിക്ർ ഇങ്ങനെയാണ്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതൊന്ന്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 2ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു. 3ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു. 4ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. 5ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ 5 ദിക്റുകളാണ്. റസൂലുള്ളാഹിന്റെ സഹീഹായ ഹദീസാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. 5ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 5 ദിക്റിന്റെയും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ 5 ദിക്റിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ മഹത്വം. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാതെ ആരാധനയില്ല, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. 2ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അല്ലാഹു ഏകനാണ്, അവനെ പോലെ മറ്റാരുമില്ല. 3ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, അല്ലാഹുവിന് പങ്കുകാരില്ല, അഥവാ അല്ലാഹനെ പോലെ മറ്റാരുമില്ല. 4ാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവനിക്കാണ് സർവ്വ അധികാരവും, അവനിക്കാണ് സർവ്വ സ്തുതിയും. 5ാമത് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, എല്ലാ കഴിവും അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന്റെ തീരുമാനം അനുസരിച്ചല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, എല്ലാ നിയന്ത്രണവും അല്ലാഹുവിനാണ് എന്നുള്ള ആശയമാണ് 5ാമത്തെ ദിക്റിലുള്ളത്. ഈ ദിക്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുതിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തുക. ബാക്കിയുള്ള 3 ദിക്റുകളും നമ്മൾക്കറിയാം. ഈ ദിക്ർ ചിലപ്പോൾ പല ആളുകളും കേട്ടിട്ടുണ്ടാകൂല. അതുകൊണ്ട്
ഇത് എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് പ്രത്യേകമായ 5 ദിക്റുകളുമാണ്. ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, നരകമോചനം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്റ് ദുആ മജ്ലിസ് നടക്കാറുണ്ട്. നമ്മളെ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട്. അത് എന്റെ കറാമത്തൊന്നും അല്ല, ആ മജ്ലിസിൽ നമ്മൾ ചെല്ലുന്ന ദിക്റുകളുടെ സ്വലാത്തുകളുടെ ബറക്കത്താണ്. സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാറുണ്ട്, അസ്മാഉൽ ഹുസ്ന ചിലപ്പോൾ ചെല്ലാറുണ്ട്, 5 മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതാറുണ്ട്. CM വലിയുള്ളാഹി തങ്ങളുടെ പേരില്, അജ്മീർ ഖാജ തങ്ങളുടെ പേരില്, മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരില്, മഹാനായ മുത്തുനബിയുടെ പേരില്, അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി. ഈ ബർക്കത്ത് കൊണ്ട് നമ്മളെ മജ്ലിസിന് വലിയ ഫായിദയുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മളെ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്താൽ ആ ടെൻഷൻ എവിടേക്കാണ് പോയത് എന്ന് പോലും അറിയൂല, അത്ര ഫലം ചെയ്യാറുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ അതിൽ പങ്കെടുക്കുക. രാവിലെ 6 മണിക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരക്കൊക്കെ ഒഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി മക്കളെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവേ ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി തരണേ അല്ലാ, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ, സ്വർഗ്ഗപ്രവേശനത്തിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.